ഒട്ടേറെ സവിശേഷതകളുള്ള തിരുവിഴ ശ്രീ മഹാദേവ ക്ഷേത്രം കേരളത്തിലെ അതിപുരാതന ക്ഷേത്രങ്ങളിലൊന്നാണ്. കൈവിഷഹാരിയായ ശ്രീ നീലകണ്ഠഭാവത്തിൽ സ്വയംഭുവാണ് ഇവിടത്തെ ദേവൻ. കൈവിഷമോചനത്തിനുള്ള മരുന്ന് സേവ ഇവിടെ മാത്രം നടന്നുവരുന്നൊരു അത്ഭുത ചികിത്സയാണ്. പരദേശികളും അന്യമതസ്ഥരും ഉൾപ്പെടെ നിരവധി ഭക്തർ പണ്ടുകാലം മുതൽ ഇതിന്റെ ഫലസിദ്ധി അനുഭവിച്ചുവരുന്നു. ആധുനിക വൈദ്യശാസ്ത്രത്തെ ആശ്രയിച്ചിട്ടും ഫലസിദ്ധി ലഭിക്കാത്ത, മാനസിക സ്വസ്ഥത നഷ്ടപ്പെട്ട അനേകർ കൈവിഷഹാരിയായ തിരുനീലകണ്ഠന്റെ തിരുസന്നിധിയിലെത്തി ഔഷധസേവ നടത്തി അതിവേഗം സുഖം പ്രാപിച്ച് ഉല്ലാസഭരിതരായി മടങ്ങുന്ന കാഴ്ച അവർണ്ണനീയമാണ്. ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടുവരുന്ന ചിത്തഭ്രമക്കാർ ഈ പുണ്യഭൂമിയിൽ അന്തിയുറങ്ങി കേവലം ഒരു നേരത്തെ ഔഷധസേവ കൊണ്ട് ശാന്തചിത്തരായി മടങ്ങിയിട്ടുള്ള ആത്മനിർവൃതികരമായ അനുഭവങ്ങൾ നിരവധിയാണ്. മനോരോഗങ്ങൾക്ക് മാത്രമല്ല, ഉദരസംബന്ധമായ അസുഖങ്ങൾക്കും ത്വക്ക് രോഗങ്ങൾക്കും ഇവിടത്തെ ഔഷധം ഫലപ്രദമെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. രോഗാവസ്ഥയിലല്ലാതെയും ഔഷധസേവ നടത്താൻ നിരവധി ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. നമ്മുടെ അറിവോടെയല്ലാതെ തന്നെ ശരീരത്തിനുള്ളിൽ കടന്നുകൂടുന്ന വിഷാംശത്തെ ഔഷധസേവയിലൂടെ ബഹിർഗമിച്ച് ദേഹശുദ്ധി വരുത്തുന്നതിനായി ഭക്തർ എത്തിച്ചേരുന്നതായും കണ്ടുവരുന്നു. തിരുവിഴ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്ക് വരുന്നവർ അറിയാൻ ചേർത്തല KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും 7 കിലോമീറ്ററും ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 8 കിലോമീറ്ററുമാണ് ക്ഷേത്രത്തിലേക്കുള്ളത്. കേരള സംസ്ഥാനത്ത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്തിൽ തിരുവിഴ ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് തിരുവിഴ മഹാദേവ ക്ഷേത്രം. നീലകണ്ഠ സങ്കല്പത്തിലുള്ള പരമശിവൻ പ്രതിഷ്ഠയായുള്ള ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി, അയ്യപ്പൻ, മഹാവിഷ്ണു, നാഗദേവങ്ങൾ, യക്ഷി എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. തറനിരത്തിൽ നിന്ന് താഴെ സ്ഥിതി ചെയ്യുന്ന ഗർഭഗൃഹമുള്ള ഈ ക്ഷേത്രത്തിൽ തന്മൂലം വർഷക്കാലത്ത് മഴവെള്ളമൊഴുകി ഗർഭഗൃഹം മൂടുന്നത് പതിവാണ്. കൈവിഷദോഷം പരിഹരിക്കുന്നതിന് ഈ ക്ഷേത്രത്തിലെ ഭജനം ഉത്തമമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. മറ്റെവിടെയും വളരാത്തൊരു ചെടി പാലിൽ കലക്കിക്കൊടുത്താണ് ഇവിടെ നിന്ന് കൈവിഷദോഷം പരിഹരിക്കുന്നത്. നിരവധി ഭക്തരാണ് ഇതിനായി ക്ഷേത്രത്തിലേക്ക് വരുന്നത്. മീനമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ ആറാട്ടായി 10 ദിവസത്തെ ഉത്സവമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. കൂടാതെ കുംഭമാസത്തിൽ ശിവരാത്രി, ധനുമാസത്തിൽ തിരുവാതിര എന്നിവ അതിവിശേഷമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം. ഈ അമ്പലത്തിന്റെ ചരിത്രം നോക്കിയാൽ കാടായി കിടന്നിരുന്ന ഈ പ്രദേശത്ത് ധാരാളം ഉള്ളാടന്മാർ താമസിച്ചിരുന്നു അത്രേ. ആമകളായിരുന്നു ഇക്കൂട്ടരുടെ പ്രിയപ്പെട്ട ഭക്ഷണം. ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഒരു കാട്ടുകുളമായിരുന്നു. അവിടെ കാരാമയെ അന്വേഷിച്ച് നടന്ന ഒരു ഉള്ളാട സ്ത്രീ കുളത്തിലെ ചേറിൽ അലകുകോൽ കൊണ്ട് കുത്തിയപ്പോൾ അവിടെ നിന്നും രക്തം ശക്തിയോടെ മേലോട്ടുയർന്നു വരുന്നതായി കണ്ടു. ഇത് കണ്ട് ഭയചകിതയായ സ്ത്രീ തിരുപ്പിഴൈ എന്ന അലറി വിളിച്ചുകൊണ്ട് സ്ഥല ഉടമയായ അറക്കൽ പണിക്കരെ വിവരമറിയിച്ചു. മറ്റ് നാട്ടുപ്രമാണികളോടൊപ്പം അദ്ദേഹം സ്ഥലം സന്ദർശിച്ചപ്പോൾ കുളത്തിലെ വെള്ളം മുഴുവൻ രക്തമയമായി കണ്ടു. ഭയചകിതരായ നാട്ടുകാർ ഒത്തുകൂടി കുളത്തിലെ വെള്ളം വറ്റിക്കാൻ ശ്രമിച്ചു. 3 ദിവസം പരിശ്രമിച്ചിട്ടും വെള്ളം പൂർണ്ണമായി വറ്റിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അമ്മിക്കുഴവിയുടെ ആകൃതിയിലുള്ള ഒരു ശിലയും അതിൽ നിന്നും വമിച്ചുകൊണ്ടിരിക്കുന്ന രക്തവും കാണാനായി. അടുത്ത പ്രഭാതത്തിൽ ഒരു യോഗീശ്വരൻ അവിടെ എത്തിച്ചേർന്നു.